ഫാത്തിമുല്ലംബിയ കാരുണ്യ പൂവായ ഫാത്തിമത്തുൽ സുഹറ പാവനാദീപായ ഫാത്തിമുല്ലംബിയ കാരുണ്യ പൂവായ ഫാത്തിമത്തുൽ സുഹറ പാവനാദീപായ ഹസ്സൻ നരചിര പുലിയലിയാര് കൺമണി ദൗദത്തായ മുനീര് കത്തി തെളിയുന്ന കണ്ടകനൂര് നൂറാത്തിൽ മുസ്തഫ ചുംബന പൂവായേ പൂവിലും റാണിയായി പൊന്മവിലക്കായേ ബുദ്ധിൽ താമരമുത്തമതായ മുമിന് സാക്ഷി ചെറുക നിലാവ് അഖിലിൽ ബൈത്തിലെ തങ്ക നിലാവ് നാലാരിൽ പോറ്റിയ നായകീറായേ കാലോലം കൊള്ളുന്ന താമര പൂവായേ ഫാത്തിമുല്ലംബിയ കാരുണ്യ പൂവായേ ഫാത്തിമത്തുൽ സുഹറ പാവന പൂവായേ അറ്റത്തട്ടിൽ ആനന്ദം കൊണ്ട് അല്പം നിപടം നിലമതി കൊണ്ട് ഇഷ്ടത്തോടെ അനിഷ്ട നിലാവ് കാതിൽ ബിന്ദാന് താരക നീരായേ കാലോലം കൊള്ളുന്ന താമര പൂവായേ ഫാത്തിമുല്ലംബിയ കാരുണ്യ പൂവായേ ഫാത്തിമത്തുൽ സുഹറ പാവനാദീപായേ. വാവ്, അടിപൊളിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. എന്താ ഇക്കടെ പേര്? എന്റെ പേര് അബ്ദുൾ റഹ്മാൻ. അബ്ദുൾ റഹ്മാൻ. എവിടെയാണ് സ്വദേശം? എവിടെയാണ്? ഇവിടെ തന്നെ. സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ? പിന്നെ അമ്പാടിമൂല. ഇവിടെ കാക്കനാട് അമ്പാടിമൂലയുള്ള ഒരു ചായക്കട നടന്നൊരിക്കയാണ്. എങ്ങനെയാണ് ഇത്രയും പ്രായമായിട്ടും ഇങ്ങനെയൊക്കെ പാടാൻ കഴിയുന്നത്? എത്ര വയസ്സുണ്ട്? 70 വയസ്സ് കഴിഞ്ഞു. എപ്പോഴും നല്ല നല്ല പാടാൻ പറ്റുന്നുണ്ട്. മാഷാ അല്ലാ, അടിപൊളി. ഓക്കെ, എത്ര നാളായിട്ട് പാടുന്നുണ്ട് ഇങ്ങനെ? കുറെ വർഷങ്ങളായിട്ടുള്ള പ്രാക്ടീസ് ആണോ അത്? 15 വയസ്സിൽ തുടങ്ങിയത്? ആ, ഓക്കെ. കോൽക്കളി 15 വയസ്സിൽ പഠിച്ച് 15 വയസ്സിൽ പഠിച്ചിട്ട് ചേട്ടനാണ് പഠിപ്പിച്ചത്. ഞങ്ങളുടെ ഫാമിലി പാട്ടും കോൽക്കളി ആണല്ലേ? പാരമ്പര്യം അങ്ങനെയാണ്. ഇപ്പൊ കളിക്കുമായിരുന്നോ കോൽക്കളി? ഇപ്പൊ ഞാനൊരു ഇപ്പൊ കളിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ലേ, എന്ത് പറ്റി? മരുന്ന് എന്തിന്റെ മരുന്നാ? ഹാർട്ടിന്റെയോ? ഹാർട്ട് അറ്റാക്ക് വന്നോ? അത് ശരി. പേടിയില്ലേ ഇങ്ങനെ കളിക്കാൻ? ആണോ? പഠിച്ച തൊഴിലല്ലേ. അത് തന്നെ, തൊഴിലാണെങ്കിലും ഇങ്ങനെ ഈ കോൽക്കളിക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോ അങ്ങനെ ശ്വാസം മുട്ടാൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. 17 ടീമിൽ പഠിപ്പിച്ച് രംഗത്തിറക്കി. 17 ടീമിനെ പഠിപ്പിച്ചു? 17 ടീമിൽ. അടിപൊളി. അതിലൊരു ടീമാണ് ഇപ്പൊ പറഞ്ഞത്, ശിഷ്യനാണ്. അത് ശരി. അതൊക്കെ എന്താണ് ജോലി? എന്താണ് എനിക്ക് ജോലി? ഇതാണ് ഈ ചായക്കട പണി. അപ്പൊ അത് എങ്ങനെയുണ്ട്? ചായക്കട നല്ല കച്ചവടം നടക്കുന്നുണ്ടോ? ഇല്ല, കച്ചവടമൊന്നുമില്ല. ചിലപ്പോ ഇപ്പൊ 10, 600, 700 രൂപ. ഒരു ദിവസം 700 രൂപ ഉള്ളൂ? കച്ചവടമുള്ളൂ ഇപ്പൊ. കച്ചവടം. അത് ശരി. അങ്ങനെ ജീവിച്ചു പോയി. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനാണ്. ഇക്ക സാധുവായ ഒരു കലാകാരനാണ്. പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു ചായക്കട നടത്തുന്നു. 10, 700 രൂപ, 600 രൂപയ്ക്കാണ് ദിവസം വെക്കുന്നത്. ഇത് ലാഭം എന്താ കിട്ടാനല്ലേ? എങ്കിൽ പോലും കലയെ ഇഷ്ടപ്പെടുന്ന, മാപ്പിളപ്പാട്ടിൽ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ പ്രായത്തിലും, ഹാർട്ട് അറ്റാക്കിന്റെ അസുഖം ഉള്ളപ്പോഴും ഈ പ്രായത്തിലും പാടാനും ഇങ്ങനെ ആളുകളെ രസിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പയ്യരി തീരായത്തിൽ ഒത്തൊരു കാത്തിത്തുണ്ട് ഒരുവൻ വിട്ടൊരു വാക്കി ഞാൻ തെറ്റിടാതെ കഥ പിരിയും തോട്ടത്തിൽ കനിവിലയും തോട്ടത്തിൽ കളിച്ചിരിയും കാഴ്ച മതിമുകിയാളെ നിന്നെ കതിരുതിരും തിരിതൊരി മോളെ കനവുകളായി നാം കണ്ടു കിണറുകളിൽ തേനഞ്ഞ് കവിതകളും ശീലപ്പൊരുവരിരണ്ട് നമ്മൾ കലപിലച്ചും ചോറി
സ്വർഗത്തിൽ അണയുമോ വീണ്ടും ചിരസുഖവും കൈവിട്ട് ചുമസുതയാമീത്തി കരളുരുകാൻ ഞാൻ വന്ന പുതിയുലകത്തിൽ പോയി കരകവിയും സന്താപ കടലരികത്തി മധുവിതുമാവിന്റെ മതിനുരയും പാത്രത്തിൽ അഴകെ നീരാകം പകരുകയില്ലേ എന്റെ മനസ്സലപം തീറ്റന്റെ വിനയത്തറില്ലേ അഹദവനെ നീ എന്നിൽ കരുണകടാശം നൽകി അനുഗ്രഹമാമി മഞ്ഞിൽ നഴിച്ചിടിക്കോനെ എന്റെ ഹൃദയത്തിൽ എന്നും ചുരുക്കുപുരാരേ പരമധികാരം നിന്റെ പരതിയിലായുള്ളോന് പലവിധമാ പാവങ്ങൾ പൊറുത്തിരിക്കോനെ എന്നെ പടപ്പുകളായി നല്ലോരിൽ പെടുത്തി പുരാരേ ചില തിരുമെന്മാളിക സകലമുപേക്ഷിക്കുങ്കോ തൊരിഞ്ഞിടും നാളിൽ സകല പിഴവുകളെല്ലാം എന്നിൽ അകത്തുരഹീനേ തുണ്ടി കയ്യരി തീരായത്തിൽ ഒട്ടൊരു ിത്തുണ്ടോന്റെ ഒരുവൻ വിട്ടൊരു വാക്കി ഞാൻ തെറ്റിടാതെ. വാവ്, അടിപൊളി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ. ഇക്കടെ കടയിൽ നിന്ന് കാണാൻ പറ്റൂ. ഇതാണ് നമ്മളുടെ പാട്ടുകാരൻ ഇക്കാടെ ചായക്കട. കച്ചവടം നടക്കാറുണ്ടോ? കുറവാണ്. ജോലിക്ക് പോകാൻ വരെ പറ്റത്തില്ല അല്ലേ? കാരണം നമ്മളല്ല മുനിസിപ്പാലിറ്റിയുടെ ആണ്. 36 വർഷമായിട്ട്. അത് ശരി. എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. അതുപോലെ തന്നെ പാട്ട് കേൾക്കാൻ ഒരുപാട് സന്തോഷം. അതിലുപരി ഈ പ്രേക്ഷകർക്ക് ഇത്രയും വർഷമായിട്ട്, അതായത് 70ാമത്തെ വയസ്സിൽ ഇങ്ങനെ പാടുന്നൊരു മനുഷ്യനാണ്. ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു കലാകാരൻ ആണെന്ന് പോലും ആർക്കും അറിയില്ല. നിങ്ങൾ മാക്സിമം ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്ന ഒരാളാക്കി മാറ്റണം. ഈ ഒരു പ്രായത്തിൽ ആയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ഇത്രയും കഴിവുള്ള ഒരു കലാകാരനാണ്. ഈ ഒരു പ്രായത്തിലും 70 വയസ്സ് കഴിഞ്ഞിട്ടും എഴുതാനും വായിക്കാനും അറിയാഞ്ഞിട്ട് പോലും 500ഓളം പാട്ടുകൾ പഠിച്ച് പാടി ഇങ്ങനെ ആളുകളെ രസിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരുപാട് ശിഷ്യന്മാർക്ക് തന്റെ കഴിവുകൾ പറഞ്ഞു കൊടുത്ത ഒരു മനുഷ്യനാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ. പാവമാണ് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ ഒരു ചെറിയ പാടിരുന്നാലെന്ന പൂങ്കുരുലെ പണ്ടി പാവനദി കാടിലകും കൂട്ടത്തിലെ ഉന്നജനി മത്തുരപ്പിച്ച പൂങ്കരലെ പാടിരുന്നാലെന്ന പൂങ്കുരുലെ പണ്ടി പാവനദി കാടിലകും കൂട്ടത്തിലെ ഉന്നജനി മത്തുരപ്പിച്ച പൂങ്കരലെ നേരിട്ടൊരത്തി പരീക്ഷണങ്ങൾ അൽബിനീറുന്നു ആ കഥ പോർത്തിടുമ്പോൾ നെറികെട്ട ഉമയത്തി യജമാനി നരയിപ്പിച്ചു മതം മാതി വരാൻ പകത്തിയും പൊല്ലുന്ന മരുമണ്ണി എത്തിക്കനമുള്ള കരിങ്കല്ലി തിരുനെങ്കിൽ 1 ലക്ഷം ജലത്തില്ല ജീമാനി വീണ്ടും ഉറപ്പിച്ച് മൊഴി നല്ല തന്നെ അടിമുടി കരു
കൊടുത്തതിലാനാണ് അവരാത്മാവിന്റെ ലാമ്പൽ പൂവാണ് അബൂബക്കർ സിദ്ദീഖ് അവർ കൊല്ലുന്നേ ഉടനടിമത്തം മോചിപ്പിച്ചടക്കുന്നേ പൂങ്കവനം തന്നിൽ വാണെങ്കിൽ എന്റെ പൂമലരാണ് മുഹമ്മദൊലി പൂങ്കവനിൽ തെളിരാജകിരി നമ്മൾ കാത്തിടന് ഹസറുമണിയെ കാത്തിടന് ബദിരിങ്ങേല് കരകേറ്റിടന് സഹബാക്കേല് കാക്കുമെന്ന് സഹബാക്കേല് കാത്തിടന് ബദിരിങ്ങേല് വസ്ത്രമ കൊതുകം ധരിച്ചതിൽ ഇടം പക്ഷികള ബദിരിങ്ങേല് കാത്തിടന് ബദിരിങ്ങേല് കരകേറ്റിടന് ശുഹദാക്കേല് ആദിലാനന്ദ പൂങ്കുരില് പണ്ടിപാവനദീനിൻ തേനിച്ചലി ആടിളകും കൂട്ടത്തില് ഉന്നകലിമത്തൂര് പിച്ച പൂങ്കരലേ അടിപൊളി സൂപ്പർ ലാസ്റ്റടിയിലുള്ളല്ലട്ടാ ഒന്നും പറയാനില്ല കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ആ ലാസ്റ്റടിയില്ല ഈ പാട്ടിന്റെ ലാസ്റ്റടി പൂങ്കവനം തന്നെ വാഴിങ്കുളി എന്റെ പൂമലരാണ് മുഹമ്മദ് അത് ഈ പാട്ടിലുള്ള അല്ലട്ടാ അത് ശരി കയ്യിലിട്ടതാണോ അത് ഞാൻ ചേർത്തതാണ് ഓക്കെ എന്തായാലും അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് വൈറൽ ആക്കുക കേട്ടോ പോട്ടെ എന്നാ